കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം ഉറ്റുനോക്കുന്നത് അതാത് ജില്ലാ കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജ് ആയിരിക്കും. കാരണം നാളെ അവധി കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നായിരിക്കും എല്ലാ വിദ്യാർത്ഥികളും ആകാംക്ഷയോടെ നോക്കുന്നത്. പലപ്പോഴും ജില്ലാ കളക്ടർമാർക്ക് രസകരമായിട്ടുള്ള സന്ദേശങ്ങൾ വരാറുണ്ട്, അത് സ്വാഭാവികമാണ്. പക്ഷേ പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണന് കഴിഞ്ഞ ദിവസം അല്പം ഗൗരവത്തിലുള്ള ഒരു മെസ്സേജ് ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്ന് വന്നു. അത് അല്പം വിഷമം ജില്ലാ കളക്ടറിൽ ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ അയക്കുമ്പോൾ കുട്ടികളായാലും രക്ഷകർത്താക്കളായാലും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണന് പറയാനുള്ളത്. സർ, കഴിഞ്ഞ ദിവസം എന്തായിരുന്നു അങ്ങനെ മനസ്സിൽ ബുദ്ധിമുട്ട് തോന്നിയൊരു സന്ദേശം എന്തായിരുന്നു? മനസ്സിൽ ബുദ്ധിമുട്ടെന്നല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ മഴക്കാലം തുടങ്ങുന്ന സമയത്ത് ഇഷ്ടം പോലെ മെസ്സേജുകൾ നമുക്ക് വരാറുണ്ടെന്ന് പറയാം. അപ്പൊ വരാമെന്ന് വെച്ചാൽ വളരെ രസകരമായ മെസ്സേജുകൾ. കളക്ടർ രാജിവെക്കുക, അല്ലെങ്കിൽ കളക്ടർ ഒരു അവധി തരാമോ, കാല് പിടിച്ച് പറയണ ഒരു അവധി തന്നേ പറ്റുള്ളൂ. പിന്നെ എന്താ പറയാ, ഇപ്പൊ ഞാൻ കളക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അപ്പം പക്ഷെ ഇന്ന് മഴയത്ത് എനിക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെ കുറെ കഥ വളരെ രസകരമായ മെസ്സേജുകൾ വരാറുണ്ട്. അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെ മൊബൈലിൽ നിന്നും എടുത്തിട്ട് രക്ഷിതാവ് എന്നുള്ള രീതിയിൽ തന്നെ മെസ്സേജ് അയക്കാറുണ്ട്. ഫോൺ കോളുകൾ വരാറുണ്ട് രക്ഷിതാവാണെന്ന് പറഞ്ഞ രീതിയിൽ. അപ്പോൾ വളരെ രസകരമായ രീതിയിലുള്ള മെസ്സേജുകൾ ധാരാളം വരാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതിനകത്ത് ചില മെസ്സേജുകൾ നമുക്കെന്ന് പറഞ്ഞാൽ വളരെ ഒരു സഭ്യതയല്ലാത്ത രീതിയിലുള്ള ഒരു മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ അതിനകത്ത് ചിലതൊക്കെ മുതിർന്ന ആൾക്കാരാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ അങ്ങനെ ഇഗ്നോർ ചെയ്ത് കളയാറാണ്. ഇപ്പോൾ 1-2 മെസ്സേജുകൾ ചില കുട്ടികൾ അയച്ചു എന്ന് കണ്ടപ്പോഴത്തേനും നമുക്കതൊന്ന് അന്വേഷിക്കണം. കുട്ടികളാണോ ഇങ്ങനത്തെ ഒരു ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി അന്വേഷിച്ച് പോയപ്പോൾ സൈബർ സെല്ലിൽ കൊടുക്കുകയും അത് അന്വേഷിച്ചപ്പോഴത്തേനും ഇത് കുട്ടികളാണ് വന്നിരിക്കുന്നത്. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മളത് സൈബർ സെല്ലിൽ അന്വേഷിച്ച് ട്രാക്ക് ചെയ്തിട്ട് ഈ കുട്ടികൾ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ടെന്ന് പറഞ്ഞാൽ അവരുടെ മാതാപിതാക്കളോട് വരുത്തിയിട്ടുണ്ടായിരുന്നു. 2 പേരും വരുത്തിയപ്പോൾ കുട്ടികൾ സമ്മതിക്കുകയും ചെയ്തു. അവരാണ് മെസ്സേജ് അയച്ചത് സമ്മതിച്ചപ്പോൾ മാതാപിതാക്കളുടെ അറിവില്ലാതെയാണ് ഇവരിപ്പോൾ ഈ സോഷ്യൽ മീഡിയ എടുത്തിട്ട് ഇത്തരം മെസ്സേജുകൾ അയക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഭവിഷ്യത്ത് എന്താണെന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. കളക്ടർ എങ്ങനെയാണ് അവധി പ്രഖ്യാപിക്കുന്നത്, വെറുതെ ഇരുന്ന് പ്രഖ്യാപിക്കുകയല്ല, പകരം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ പ്രോട്ടോക്കോളും പാലിക്കണം. പിന്നെ ബാക്കി വില്ലേജിൽ നിന്നും താലൂക്കിൽ നിന്ന് റിപ്പോർട്ട് എടുക്കണം. എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അവധി കൊടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി മാതാപിതാക്കളോടൊപ്പം ഹാപ്പി ആയിട്ട് പറഞ്ഞു വിടുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും ഈ കളക്ടറുടെ ഫേസ്ബുക്ക് പേജ് നോക്കാറുണ്ട്. അതിൽ ഞാനും കാണാറുണ്ട്, കളക്ടർ അങ്കിളെ എപ്പോഴാണ് അവധി പ്രഖ്യാപിക്കുക, നാളെ അവധിയുണ്ടോ, ഞങ്ങൾക്ക് മുട്ടറ്റം വെള്ളമാണ്, സ്കൂളിൽ പോകാൻ കഴിയില്ല, അങ്ങനെ വളരെ വാത്സല്യം തോന്നിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകളാണ്. പക്ഷെ കളക്ടർക്ക് മനസ്സിൽ വിഷമം തോന്നി, അല്ലെങ്കിൽ ആ വാചകം എന്തായിരുന്നു? അല്ല, അത് നമുക്ക് അത് പുറത്ത് പറയാൻ എനിക്ക് താല്പര്യമില്ല. കാര്യം വെച്ചാൽ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. ഒരു മോശമായ ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. ഈ 2-3 കുട്ടികളുണ്ടായിരുന്നു. അവരെല്ലാം മോശമായ ഭാഷ ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നി ലൈക്ക് നമ്മൾ അങ്ങനെയല്ല, നമ്മുടെ ഒരു സമൂഹത്തിൽ നമ്മൾ അങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞു. നമുക്ക് മുതിർന്നവരായ ആൾക്കാരുടെ സംസാരിക്കേണ്ട രീതിയിലല്ല എന്നുള്ള കാര്യത്തിൽ കൊണ്ട് ഞാൻ എനിക്ക് ആ വാക്ക് എന്താണെന്ന് പറയാനും താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം തീർച്ചയായിട്ടും ഒരു സഭ്യമല്ലാത്ത ഭാഷയിലാണ് കാര്യങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ. അപ്പോൾ അതുകൊണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അത് ആക്സസ് ഉള്ള കുട്ടികളാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതിപ്പോൾ എനിക്കിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ 100, 200, 300 ആളുകളാണ് ഇതിനകത്ത് കമന്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ 10ാം ക്ലാസ് വരെ 80,000-ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. മെജോറിറ്റി ഓഫ് കുട്ടികൾ അതിപ്പം ഈ പറഞ്ഞ പോലെ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളുണ്ടാവും, വളരെ ദൂരത്തുനിന്ന് വരുന്ന കുട്ടികളുണ്ടാവും, സ്മാർട്ട് ഫോൺ ഇല്ലാത്ത കുട്ടികളുണ്ടാവും. ഇന്നലെ നമ്മുടെ കാസർഗോഡ് കളക്ടർ പറഞ്ഞ പോലെ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി വരുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞാൽ. ഇതോടൊപ്പം തന്നെ പലപ്പോഴും ട്യൂഷനും സൗകര്യമൊക്കെ ഉള്ള കുട്ടികളാണ് പലപ്പോഴും അവധി വേണമെന്നൊക്കെ പറയുന്നത്. ട്യൂഷൻ എടുക്കാൻ പറ്റാത്ത സാധാരണ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നൊരു കാര്യം നമ്മൾ ആലോചിക്കണം. അപ്പോൾ അധ്യയന വർഷത്തിൽ ഒരു ദിവസം പോലും വേസ്റ്റ് ആക്കരുത് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടുകൾ എടുത്ത് കൃത്യമായിട്ട് തന്നെ അവധി കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ. പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ പറഞ്ഞത്, കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ സ്കൂളുകൾക്കും ഒപ്പം തന്നെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകണമെങ്കിൽ അത് കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരം തന്നെയായിരിക്കും. അത് മറ്റുള്ള റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ച് കുട്ടികളുടെ സുരക്ഷിതത്വം അത് മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും പിറ്റേ ദിവസം അവധി പ്രഖ്യാപിക്കുക എന്നാണ്. അതിന് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ദയവ് ചെയ്ത് ഔദ്യോഗിക പേജിലോ അല്ലെങ്കിൽ ജില്ലാ കളക്ടർമാരുടെ വ്യക്തിപരമായിട്ടുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലൊന്നും അങ്ങനെ സന്ദേശങ്ങൾ അയക്കരുത് എന്നാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.